രാഹുൽ ഈശ്വറിനെതിരെ യുവജന കമ്മീഷൻ കേസെടുത്തു. ദിശ എന്ന സംഘടനയുടെ പരാതിയിലാണ് കേസ്. രഞ്ജിത്ത് ഇസ്രായേൽ നൽകിയ പരാതിയിൽ ഏഷ്യാനെറ്റ് അവതാരകൻ വിനു വി ജോൺ നേരിട്ട് ഹാജരാകണമെന്നും യുവജന കമ്മീഷൻ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി മേഘ മാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. മേഘ, ഈ രാഹുൽ ഈശ്വറിനെതിരെയും അതോടൊപ്പം തന്നെ വിനു വി ജോണിനെതിരെയും ഒറ്റ കേസിൻ്റെ പേരിലാണോ ഹാജരാകണമെന്ന് യുവജന കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ രണ്ടുപേരും അധിക്ഷേപിച്ചു എന്നാണ്. എന്താണ് ആ വാർത്തയുടെ ആ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ? സിജു, രണ്ട് പരാതികളിലാണ് നടപടി. അതായത് രാഹുൽ ഈശ്വറിനെതിരെ നൽകിയ പരാതി എന്നത് ഇരകളായ അതിജീവിതരായ സ്ത്രീകളെ ചാനൽ പ്ലാറ്റ്ഫോമിലൂടെ അധിക്ഷേപിച്ചു എന്നതായിരുന്നു. ദിശ എന്നൊരു വനിതാ സംഘടന നൽകിയ പരാതിയിന്മേലാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ നിലവിൽ യുവജന കമ്മീഷൻ തീരുമാനം എടുത്തിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയോട് സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകാനും യുവജന കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല സമയങ്ങളിലായി ചാനൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ സ്ത്രീകളെ അവഹേളിക്കുന്നു എന്നതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് നിലവിൽ കേസെടുക്കാൻ യുവജന കമ്മീഷൻ തീരുമാനം എടുത്തിരിക്കുന്നുവെന്ന് യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏഷ്യാനെറ്റിലെ വിനു വി ജോണിനെതിരെ രഞ്ജിത്ത് ഇസ്രായേൽ നൽകിയ പരാതിയിലാണ് നേരിട്ട് ഹാജരാകാൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ചിരൂരിലെ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് തന്നെ അവഹേളിക്കുന്ന രീതിയിൽ വിനു വി ജോൺ പെരുമാറി എന്നതാണ് രഞ്ജിത്ത് ഇസ്രായേൽ നൽകിയ പരാതി. ഈ പരാതി കണക്കിലെടുത്തുകൊണ്ട് ഹാജരാവാൻ വിനു വി ജോണിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അഭിഭാഷകൻ മാത്രമാണ് ഇന്ന് ഹാജരായത്. ഒരു യൂട്യൂബ് ചാനലാണ് അധിക്ഷേപിച്ചത് എന്ന തരത്തിലുള്ള മറുപടിയാണ് വിനു വി അഭിഭാഷകൻ നൽകിയത് എന്നതാണ് യുവജന കമ്മീഷൻ അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അതിന് പിന്നാലെയാണ് വിനു വി ജോണിനോട് തന്നെ നേരിട്ട് ഹാജരാവാൻ നിലവിൽ യുവജന കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, മേഘ മാധവനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഈശ്വറിനെതിരെയും വിനു വി ജോണിനെതിരെയും യുവജന കമ്മീഷൻ കേസെടുത്തു. നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു.